എന്റെ അമ്മോ ഈശ്വര, ഇതില് കേറിയിരിക്കണമാര് സമ്മതിക്കണ, കണ്ടിട്ട് തന്നെ പേടിയാണ്. ഗൈസ്, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി, പ്ലാൻ കംപ്ലീറ്റ് മാറി കേട്ടോ. അവസാനം പൂജയ്ക്ക് ഒട്ടും പറ്റുന്നില്ല. മറ്റേ സ്റ്റെപ്പ് നേരത്തെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്. നമ്മുടെ നാട്ടിൽ ലോക്കലി തത്ത എന്നാണല്ലോ എല്ലാത്തിനും പറയുന്നത് അല്ലേ. ഫ്ലമിംഗോയും പൂജയും ഒറ്റ ഫ്രെയിമിൽ. ആഹാ, എന്താ രസം. ആ വാതലിന്റെ ശബ്ദമൊക്കെ കേട്ടോ, ജുറാസിക് പാർക്ക് കയറിയ പോലെ. അപ്പൊ വൈറ്റ് ലയൺ റൈറ്റിലേക്ക് നോക്കിയാൽ കാണാന്ന് പറയാം. നോക്കട്ടെ, ഇതാണ് വൈറ്റ് ലയൺ. ആ, ഇവിടെ പൂജ കണ്ട പ്രശ്നമാവുന്ന ഒരു സെക്ഷനും ഉണ്ട്. പോവാ, നോക്കല്ലേ നോക്കല്ലേ നോക്കല്ലേ. ശരി, പോവാ. ഇന്ന് നമ്മൾ മലേഷ്യയിലെ അതിമനോഹരമായ സൺവേ ലഗൂൺ എന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സൺവേ ലഗൂൺ മലേഷ്യ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ഗംഭീര അമ്യൂസ്മെന്റ് പാർക്കാണ്. ഇവിടുത്തെ പാട്ട് കേട്ട് പൂജ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൺവേ ലഗൂൺ എന്ന് പറയുന്നത് ഒരു 88 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന 90ഓളം അട്രാക്ഷൻസ് ഉള്ള ഒരു ഗംഭീര അമ്യൂസ്മെന്റ് പാർക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മളിന്ന് കയറാൻ പോവാണ്. 5 സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് സെലാങ്ങോർ സ്റ്റേറ്റിലാണിത്. നമ്മൾ ഏകദേശം അരമണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു കൊലാലംപൂറിന്ന് ഇങ്ങോട്ട്. ഇത് സെലാങ്ങോർ സ്റ്റേറ്റിലെ സൺവേ സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കാണ് സുഹൃത്തുക്കളെ. വാ, അകത്തേക്ക് കയറിയിട്ട് ബാക്കി പറയാം അല്ലേ. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ, ഐ ആം കാർത്തിക് കൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പൊ നമ്മളിത് ടാഗ് എല്ലാം കെട്ടി അകത്ത് കയറിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കറക്റ്റ് മറ്റേ ഒരു വീഗാലാൻഡ് വൈബാണ്, പക്ഷെ അതിനേക്കാളും പല മടങ്ങ് സൈസുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിത് കയറി വരുമ്പോ തന്നെ ഇതുവഴിയാണ് ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്ത് കയറി വരുന്നതുണ്ട്. നമ്മള് ബാൻഡ് കെട്ടിയിട്ടുണ്ട്. ഇത് ഓരോ റൈഡിൽ കയറുമ്പോഴും കാണിക്കണമായിരിക്കും അല്ലേ. കയറി വരുമ്പോ തന്നെ അതെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ അവിടെ സ്റ്റേജിൽ നിന്നിട്ട് നമ്മളെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് അകത്തേക്ക് പോവാം. ഒക്കെയാണ് പരിപാടികൾ നോക്കാം. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ റൈഡുകളിൽ കയറണമെന്നൊന്നും ഇല്ല അല്ലേ. പൂജയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചെറുതായിട്ടുള്ളൂ, പക്ഷെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെയാണ് പരിപാടി, ജസ്റ്റ് ഒന്ന് ഓടിയണമെന്ന് കാണാം. ഇവിടെ കയറി വരുമ്പോ തന്നെ ഇവര് മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. SDC വാക്ക്, സ്ക്രീം പാർക്ക്, എക്സ് പാർക്ക്, അമ്യൂസ്മെന്റ് പാർക്ക്, ലോസ് ലഗൂൺ, നൈറ്റ് പാർക്ക്. ഇതൊക്കെ 6 PM to 11 PM ആണ് ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ. പിന്നെ സൺവേ ലഗൂൺ, വൈൽഡ് ലൈഫ് പാർക്ക് ഉണ്ട്, വാട്ടർ പാർക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ മാപ്പാണ്. നമ്മളിപ്പോ അത് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും സോണുകളായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു എങ്ങനെ വന്നാലും ഒരു ദിവസം ഫുള്ള് വേണം. ഈ ചേച്ചിയാണ് നമുക്കെല്ലാം പറഞ്ഞു തന്നോണ്ടിരുന്നത് വഴിയൊക്കെ. ഇതിലേ പോകണം, എങ്ങനെ ചുറ്റണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിലെ നേരെ പോയി ലെഫ്റ്റ് റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഗൈസ്, അങ്ങനെ ചേച്ചി വഴി പറഞ്ഞു തന്നു. നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പോകാൻ നിൽക്കുന്നത്. രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ എന്നാൽ അത്ര രാവിലെ കഴിക്കാൻ തോന്നൂല. നമ്മൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ട്. നേരെ പോയിട്ട് ലെഫ്റ്റ് പോകാനല്ലേ പറഞ്ഞത്. അതിവിടെ ഇവിടെയും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ട. കാരണം വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നേരെ പോയിട്ട് ലെഫ്റ്റ് തന്നെയല്ലേ, ആണോ? ഓക്കെ, ലെഫ്റ്റ് പോവാം. എന്റെ പൊന്നെ, ഈ സാധനം നോക്കിയേ ഗൈസ്. നമ്മുടെ അവിടെ വണ്ടർലയിലൊക്കെ വഞ്ചി ഉണ്ടല്ല, മറ്റേ പൊങ്ങി പോയിട്ട് തിരിച്ചു വരുന്നത്. ഈ വഞ്ചി എന്ന് വെച്ചാല് 360 ഡിഗ്രി തിരിയും. അതായത് ഈ പോണ പോക്കില് മൊത്തത്തിൽ തിരിയും. എന്റെ പൊന്നോ ഈശ്വര, ഇതില് കേറിയിരിക്കണമാര് സമ്മതിക്കണ, കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇത് മൊത്തത്തിൽ കറങ്ങി വരും. തീർന്ന് ദേ തലകീഴായി പോയെന്ന്. എന്റെ അമ്മോ, എനിക്കിത് കാണാൻ വയ്യ. പോവാ, വാ, രക്ഷപ്പെടാ ഇവിടുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, കറങ്ങണ നോക്കട്ടെ. അല്ലോ, എന്റെ അമ്മോ, ഒന്നും പറയാല്ല കേട്ടോ. അത് പേടിയാണ്. വാ, ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. വാ ഗൈസ്, ഞങ്ങൾ കയറാൻ പോകുന്ന സാധനം കിട്ടി. പച്ചേ പോട്ട്സ്, ഇതിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. കണ്ടാ, ഒന്നുമില്ല, ചുമ്മാ എങ്ങനെ ഇരിക്കും, വെറുതെ കറങ്ങും. നമുക്കതാ സേഫ്. അതിൽ പോവാം. അതിന് മുന്നേ ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ്, അങ്ങനെ നടന്ന് നമ്മളിതേ നല്ലൊരു ശാന്തമായ അരുവിയൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട്. ഇവിടെയാണ് ലോക്കേഴ്സ്. നമ്മുടെ വണ്ടർലയിലൊക്കെ ഉള്ള പോലെ ലോക്കേഴ്സ് ഒക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ മേരി ബ്രൗൺ, അത് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ കടയുണ്ടല്ലോ. കുറെ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ട്രഡീഷണൽ ബാർബിക്യൂ ചിക്കൻ റൈസ് കിട്ടും, കഴിക്കണോ? ഇവിടുന്ന് വലിയ കുഴപ്പമുണ്ടാവില്ല, നല്ലതായിരിക്കും. ട്രഡീഷണൽ റോസ്റ്റഡ് ചിക്കൻ റൈസ് ഉണ്ട്, 18 റിംഗറ്റേ ഉള്ളൂ. സർഫ് ബീച്ചിലോട്ടാണ് നമ്മൾ അടുത്ത് കയറാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ജാപ്പനീസ് റെസ്റ്റോറന്റ് എന്ന് കാണുന്നുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ അതൊക്കെ കാണുമ്പോൾ പേടിയാണ്. കഴിഞ്ഞ ദിവസം ജെൻഡിങ്ങിൽ പോയി കഴിച്ചിട്ട് അത് ശരിയായില്ലായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് വാട്ടർ റൈഡ്സ്. അതേ സാഗർ ഓതന്റിക് നോർത്ത് ഇന്ത്യൻ ക്യുസീൻ, ഇന്ത്യൻ കിട്ടി. എന്താണ് കിട്ടുന്നത് നോക്കാം. വലിയ കുഴപ്പമില്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാമല്ലോ. അങ്ങനെ നമ്മളിവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. രാവിലെ തന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഫ്രൈഡ് ചിക്കൻ പറഞ്ഞ്, അതുപോലെ മട്ടൻ കറി, റൊട്ടി, റൈസ്, എല്ലാത്തിൻ്റെ മിക്സ് അല്ലേ. പിന്നെ ഉച്ചയ്ക്കിൻ്റെ ഒന്നും കഴിക്കണ്ട. പിന്നെ ഇവിടെ ഇരുന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിള്ളേർ എവിടെ നിന്നൊക്കെയോ ഒഴുകി ഈ വെള്ളത്തിൽ വന്ന് വീഴുന്ന കാഴ്ചയും കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. വെള്ളം ഇങ്ങോട്ട് തെറിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു അല്ലേ. നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട് കേട്ടോ. കഴിച്ചു.
ഫുഡ് കഴിച്ചിറങ്ങി. ഒരു പക്ഷേ ഈ പാർക്കിൽ വന്ന് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന ആദ്യത്തെ ആൾക്കാർ ഞങ്ങളായിരിക്കും. കാര്യം വന്ന ഉടനെ എല്ലാവരും വെള്ളത്തിലേക്ക് ചാടുകയാണ്. റെസ്റ്റോറൻ്റൊക്കെ കാലി. നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് ചാടി ഫുഡ് കഴിച്ചു. ഇവിടെ വന്ന് ഇതുണ്ടല്ലേ പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ പൂജയ്ക്ക് ഭയങ്കര ആഗ്രഹം വെള്ളത്തിൽ ഇറങ്ങണമെന്ന്. വെറുതെ ഇതെല്ലാം വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിയാലേ വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റേ ഫോൺ പൗച്ച് ഉണ്ട് വാട്ടർ പ്രൂഫ്, അത് മേടിക്കണം. അതെന്ന് വെച്ചാൽ 50 റിങ്കറ്റാണ്. 50 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 900 രൂപയായി. അത് മേടിച്ചാൽ നമുക്ക് ചെറിയ വീഡിയോ എടുക്കാം. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ജസ്റ്റ് വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനിവിടെ ഒരു കടയുണ്ട്. ഞാൻ ജസ്റ്റ് ആ കടയിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ലോക്കേഴ്സിന്റെ ക്യൂ കേട്ടോ. ഇവിടെയാണ് നമുക്ക് ലോക്കർ വാടക എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 25 ചെറിയ ലോക്കറിനും 50 റിങ്കറ്റ് വലിയ ലോക്കറിനുമാണ്. 50 റിങ്കറ്റ് വീണ്ടും 900 രൂപ. അപ്പൊ ഇതും 50, വെള്ളത്തില് വീഡിയോ എടുക്കുന്ന സാധനം 50. അപ്പൊ 100 റിങ്കറ്റ് 1800 1900 രൂപ രണ്ടിനും കൂടി. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ എന്തായാലും കാര്യമായിട്ട് കാശൊക്കെ ആയിട്ട് വരിക. ഇവൻ ഫുഡിനും എക്സ്പെൻസീവ് ആയിരുന്നു അല്ലേ. നമ്മൾ കഴിച്ച ഫുഡിന് 61 റിങ്കറ്റായി. അപ്പൊ എന്തായാലും ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അത്യാവശ്യം അവര് പൈസ എന്തായാലും മേടിക്കും. ഇവിടെ സുലു വാക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കണ്ട സുലു വാക്ക്. ഇവിടെ സഹാറ ബൊട്ടീക്ക് എന്ന് പറഞ്ഞ കടയുണ്ട്. ഇവിടെ നമുക്ക് സകലമാന സാധനങ്ങളും കിട്ടും. അതായത് ഇവിടെ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെയാണ് വന്നെങ്കിലും ഇവിടെ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സംഭവം. ഇത് പല കളറിൽ കിട്ടുന്നത്. ബ്ലാക്ക് ഉണ്ട്. ഇതിന് RM50 എന്ന് എഴുതിയേക്കുന്നുണ്ട്. 50 റിങ്കറ്റാണ് ഇത് പറഞ്ഞത്. ഇത് കണ്ടമാനം ആൾക്കാർ ഇത് ഇവിടുന്ന് മേടിച്ചിട്ട് അത് ഇട്ടുകൊണ്ട് അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് അവർ മുതലെടുക്കുന്നത്. ഇവിടെ പൂജയ്ക്ക് മധുരം എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നെസ്ലയുടെ ഈ പെട്ടിക്കടയിൽ നിന്ന് ഐസ്ക്രീം മേടിച്ചു. ഇതുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. കിറ്റ്കാറ്റിൻ്റെ കോണ്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കണം. ആദ്യം ഒന്ന് ചുറ്റി നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ കറക്റ്റ് വണ്ടർലയിലുള്ള പോലെ വലിയ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്നത്. അതുണ്ടോ ഇതിങ്ങനെ റൗണ്ടി കിടക്കുന്ന ഒരു പൂളാണ് കേട്ടോ. നല്ല രസമാണ്. ഗൈസ്, ഇനി അടുത്തായിട്ട് ഇവിടുത്തെ ഒരു കിഡിലെ സംഭവം കാണിച്ചു തരാം. അതായത് സർഫ് ബീച്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മുടെ വണ്ടർലയിലൊക്കെ ഉള്ള പോലെ തന്നെ വേവ് പൂൾ ഉണ്ടല്ലോ. വേവ് പൂളിന് ഇവിടെ ഒരു സർഫ് പൂൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ തിര വരുന്ന പൂളിന്റെ ഭാഗം മൊത്തം ഒരു ബീച്ച് പോലെ ആക്കിയേക്കുവാണ്. ഇതുണ്ടോ. അപ്പൊ നമുക്ക് ശരിക്കും ബീച്ചിൽ നിൽക്കുന്ന ഫീൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ അവിടെ വേവ് പൂളിൽ എന്ന് വെച്ചാൽ ബീച്ചല്ലല്ലോ, മണ്ണില്ല. അത് കാരണം നമുക്ക് ആ ഫീൽ വരില്ല. ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ നോക്കി പക്ക നമ്മളൊരു ബീച്ചിലെത്തിയ പോലെ. ഇതിലെ നടക്കുമ്പോൾ ഇതുണ്ട് കാലിലൊക്കെ മണ്ണാവും. കറക്റ്റ് ആ ബീച്ച് ഫീലിംഗ് വരും. അതുപോലെ തന്നെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടോ വെള്ളം ഇങ്ങനെ ഈ മണ്ണിലേക്ക് കയറി കിടക്കുന്ന പോലെയാണ് അവർ ആ പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബീച്ചിലിരുന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അല്ലേ പക്ക ബീച്ച് വൈബ്. ഭയങ്കര രസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ബീച്ചിലിരിക്കുന്ന പോലെ. പിന്നെ ഇതിലെ വേണമെങ്കിൽ നടന്നു പോയി കഴിഞ്ഞതുണ്ടോ അവിടെ നടുക്കൊരു ഐലൻഡ് പോലെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ വലിയ ഫാൻ വെച്ചിട്ടുണ്ട്. ഈ കറങ്ങുന്നുണ്ടോ നല്ല വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഇരുന്നാലും ഇവിടെ ഉണ്ട്. എവിടെ ഇരുന്നാലും ഈ ഫാനിന്റെ കാറ്റ് പല സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളിപ്പോ ഈ ഒരു ബീച്ചിന്റെ സെന്ററിലുള്ള ഈ ഒരു ഐലൻഡ് പോലത്തെ ചെറിയൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടെത്തി. എന്താ വൈബല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പിക്നിക് സ്പോട്ട് പോലെയാണിത്. വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പിക്നിക് സ്പോട്ട് എന്തോരം അധികം എൻജോയ് ചെയ്യുക അല്ലെ. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്യും. നമുക്ക് ഇവിടെ ഇരുന്ന് വീട്ടിൽ നിന്നുണ്ടോ നല്ല സാൻഡ്വിച്ചോ അങ്ങനത്തെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ പാരന്റ്സിന് ഇവിടെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വരാം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കാം. അവരുടെ ഒരു സൈറ്റിൽ നിന്ന് വിട്ടുപോകില്ല. കാര്യം ചെറിയ പിള്ളേർ ഒത്തിരി ഉണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത് പിടിച്ചാൽ നടക്കുന്ന കുറെ പിള്ളേരെ കണ്ടു. വെള്ളത്തിൽ നിന്ന് കയറ്റാൻ പാടുപെടുകയാണ്. പിന്നെ ഇവിടെ ആക്ച്വലി ഈ ഭാഗത്തൊന്നും വലിയ പേടിക്കാനില്ല തോന്നുന്നു. ഒട്ടും ആഴമില്ല. നമുക്ക് ഇതുണ്ട് അടിത്തട്ട് ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് ജസ്റ്റ് ഒരു മുട്ട് വരെ അല്ലെങ്കിൽ മുട്ടിന്റെ താഴെ വരെയുള്ള വെള്ളം ഇവിടെയൊക്കെ ഉള്ളൂ. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആഴം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെയൊക്കെ നല്ല ഈസി ആയിട്ട് അതുണ്ട്. അതേ കൊച്ചോടി വരുന്നുണ്ട്. അത്രേ ഉള്ളൂ വെള്ളത്തിന്റെ ഇതെന്ന് പറയുന്നത്. ഏകദേശം ഇവിടെ വന്നാൽ മുട്ട് വരെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ നിന്നിരുന്ന ഐലൻഡിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഇതുപോലെ ചെറിയ ആഴം കുറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പൊ ഇതിലേക്കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കാലിലാവും കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുണ്ടോ നേരെ മണ്ണിലേക്ക് കയറാം. ബീച്ചെത്തി. കേസ് അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. ബീച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് വേ സൈഡിൽ
സൈഡിൽ നോക്കി കഴിയുമ്പോൾ ഇതുണ്ടോ ബർഗർ കിങ്, ക്യൂബ്സ് കഫേ എന്നൊക്കെ പറഞ്ഞ് അവിടെ വാഷ്റൂംസ് ഒക്കെ ഉണ്ട്. ചെറിയൊരു വാക്ക് വേയും അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു റെസ്റ്റോറൻറ്റ്സും. ഗൈസ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി, പ്ലാൻ കംപ്ലീറ്റ് മാറി കേട്ടോ. വെറുതെ കാഴ്ച കാണാന്ന് വിചാരിച്ച് വന്ന ഞങ്ങൾ അവസാനം പൂജയ്ക്ക് ഒട്ടും പറ്റുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് പൂജയ്ക്ക് ഭയങ്കര ആഗ്രഹം ഏതെങ്കിലുമൊക്കെ റൈഡിൽ കയറണം എന്നുള്ളത്. അപ്പൊ നമ്മളെന്തായാലും 50 റിങ്കറ്റ് കൊടുത്ത് ലോക്കർ എടുത്ത് അടുത്ത 50 റിങ്കറ്റിന് ഫോൺ കവർ മേടിക്കാൻ പോകണം. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു, ഇനിയിപ്പോൾ എപ്പോഴാണ് മലേഷ്യയിലേക്ക് വരുന്നതെന്ന് അറിയില്ല. പിന്നെ ഓക്കെ വാട്ടർ റൈഡ്സ് എങ്കിൽ വാട്ടർ റൈഡ്സ്. പിന്നെ അത് വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും. അതുകൊണ്ട് ഇനി നിങ്ങൾ അതിന്റെ ഒരു മൊണ്ടാജ് ആയിരിക്കും കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അതിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ക്ലബ് ഡബ്ല്യൂന്റെ ഒപ്പമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ട്രാവൽ പാർട്ട്നേഴ്സ് ആയ ക്ലബ് ഡബ്ല്യൂ ആണ് നമുക്ക് ഇത്രയും അടിപൊളി പാക്കേജിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അല്ലേ. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടൂർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലബ് ഡബ്ല്യൂനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറും വെബ്സൈറ്റും എല്ലാം വീഡിയോയിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡു ചെക്ക് ഔട്ട് ക്ലബ് ഡബ്ല്യൂ. നമ്മളിനി നേരെ പോകുന്നു നേരത്തെ കണ്ട 50 റിങ്കറ്റിന്റെ നല്ലൊരു ഫോൺ കവർ നോക്കി എടുക്കും. ഇനിയിപ്പോൾ പൈസ വരുമ്പോൾ അതൊന്നും പറഞ്ഞ കാര്യമില്ല, ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മളത് ഉണ്ടാക്കുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വാട്ടർ റൈഡ്സിന്റെയും പല സംഭവങ്ങളുടെയും ഇനി വിഷ്വൽസ് ആണ്. ഇൻ 3, 2, 1. ഗൈസ് അങ്ങനെ വെറുതെ കുറച്ച് റൈഡുകൾ എല്ലാം പോയൊന്ന് കണ്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ എന്നെ പ്രലോഭിപ്പിച്ച് കൊതി തീർക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷെ അടിപൊളിയായിരുന്നു, വെർത്തായിരുന്നത് അല്ലേ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. താങ്ക് യു. ആൻഡ് ഇവിടെയാണ് ഞാൻ പിന്നെ ഒരു കാര്യം കണ്ടത്, വേൾഡ്സ് ലാർജസ്റ്റ് വാട്ടർ സ്ലൈഡ് ഉള്ളത് ഇവിടെയാണ്. ബുബുസേല എന്ന് പറയും. അതിൽ ഞങ്ങൾ കയറിയില്ല, കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ ആണ്. അപ്പൊ ഈ ബുബുസേല എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ 2010 ഫുട്ബോൾ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അന്ന് ഈ സ്റ്റേഡിയത്തിലേക്ക് ആഫ്രിക്കക്കാർ ഇരുന്ന് ഊതിക്കൊണ്ടിരുന്ന ഒരു നീളമുള്ള ഒരു സാധനമാണ് ബുബുസേല. അപ്പൊ ഇത് ഈ റൈഡ് ഏകദേശം ആ ഷേപ്പിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അതിനാ പേര്. എന്തായാലും അതിൽ കയറാൻ ഒത്തിരി ആൾക്കാരോട് വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനും താല്പര്യമില്ലായിരുന്നു, ധൈര്യമില്ലായിരുന്നു. അത് കാരണം നമ്മളത് വേണ്ടെന്ന് വെച്ചു. എന്തായാലും വാട്ടറിന്റെ പരിപാടികളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വൈൽഡ് ലൈഫ് പാർക്കിലാണ്, അതായത് സൺവേ ലഗൂണിൽ തന്നെയുള്ള വൈൽഡ് ലൈഫ് പാർക്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആശാന്മാരിയ്ക്കുന്ന കാണാം. സൺവേ ലഗൂൺ വൈൽഡ് ലൈഫ് പാർക്ക് എന്ന് എഴുതിയേക്കുന്നുണ്ട് അവിടെ. അവിടെ അതെ കുറേ ഇതുണ്ടോ തത്തകളിരിക്കണ നോക്കി. നമ്മൾ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മക്കാവ് ആണ്. ഇതിന്റെ ശരിക്കുള്ള പേര് നോക്കുകയാണെങ്കിൽ ഗ്രീൻ വിങ്ഡ് മക്കാവ്, ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് അല്ലേ, അതാണ് സാധനം. നമ്മുടെ നാട്ടിൽ ലോക്കലി തത്ത എന്നാണല്ലോ എല്ലാത്തിനും പറയുന്നത് അല്ലേ. അപ്പൊ പൈസ കൊടുത്താൽ ഇതിനൊക്കെ കയ്യിൽ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പൊ ഇതിന്റെ വേറൊരു സോണാണ്. വാട്ടർ പാർക്ക് ഒരു സോണാണ്, വൈൽഡ് ലൈഫ് പാർക്ക് മറ്റൊരു സോണാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് വൈൽഡ് ലൈഫ് പാർക്കിൽ കൂടി കുറച്ചു നേരം നടക്കാം അല്ലേ, ശാന്തി ആവണ്ടേ ഇനി. ആക്ച്വലി ഇവിടെ വൈൽഡ് ലൈഫ് പാർക്ക് എന്ന് പറയുന്നത് ചെറിയൊരു സൂ പോലെയാണ് കേട്ടോ, മൃഗങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ അവിടെ കുറെ പാമ്പുകൾ കിടപ്പുണ്ട്. എനിക്ക് പാമ്പുകളുടെ സെക്ഷനിൽ അധികം സമയം നിൽക്കാൻ പറ്റില്ല. പൂജ ഒരു സാധനത്തിനെ കണ്ട് ഞെട്ടി. മുതല 2 എണ്ണം, 2 ചെറിയ മക്കൾ നോക്കൂ കിടക്കുന്നുണ്ടോ. ആഹാ, അനങ്ങാണ്ട് കിടക്കാം. നമ്മൾ കാര്യം ജീവനില്ലെന്ന്, പക്ഷേ ഒരു ചാൻസ് കിട്ടിയാൽ ചാടി വീഴുന്ന സാധനങ്ങളാണ്. ഇവിടെ കുറെ ഫ്ലമിംഗോകൾ, അതും പിങ്ക്. ഇത് നല്ല ഭംഗിയാട്ടോ. ഓ, ആ ചിറകൂടെ എടുത്ത് നോക്കി. ഫ്ലമിംഗോയും പൂജയും ഒറ്റ ഫ്രെയിമിൽ. ആഹാ, എന്താ രസം. അത് കണ്ണാടി എന്തിനാ പേടിക്കണത്. ഗൈസ് നമ്മൾ കൂടുതൽ നടക്കും തോറും കൊടുങ്കാടായി വരികയുണ്ട്. അത് നോക്കിയേ, കാട്ടുപുഷ്പങ്ങൾ. അപ്പോൾ തുറക്ക് ഏവിയറിയിലേക്ക് കയറാൻ പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ KL ബേർഡ് പാർക്കിൽ പോയായിരുന്നല്ലോ, അവിടെ ഉള്ള പോലെ തന്നെ പോയി കൊള്ളാമല്ലോ, നല്ല രസം കേട്ടോ. ഏവിയറി ഇവിടെ ഉണ്ട്, പക്ഷികൾ പറന്ന് നടക്കുന്ന സംഭവം. ഇത് നമ്മൾ ശരിക്കും കൊടുങ്കാട്ടിലേക്ക് കയറാണ് കേട്ടോ, അല്ലേ, ആ ഫീല്. ആ വാതലിന്റെ ശബ്ദമൊക്കെ കേട്ടോ, ജുറാസിക് പാർക്കൊക്കെ കയറിയ പോലെ. പക്ഷേ ഇവിടെ 2 കൂട്ടുകാരുണ്ട്. ഇത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല അല്ലേ. ഇത് പേനൊക്കെ നോക്കണം. ബ്ലാക്ക് ഇയർഡ് മാർമോസെറ്റ്, അതാണ്
നമ്മൾ ഈ കാണുന്ന കേട്ടോ പേൻ നോക്കിക്കൊണ്ടിരിക്കുന്ന. ഏവിയറിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പക്ഷികളൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്ന കാണാം. ഇത് അവിടെ വേറൊരെണ്ണം ഉണ്ട്, അതിൻ്റെ അടുത്തോട്ട് പോകണ്ടാട്ടാ. കണ്ടോ ഇവിടെ ഒന്നും ബേർഡ്സിനെ കൂട്ടിലിട്ടിട്ടില്ല, അത് നോക്കിയേ. ഇത് ആ സാധനം നടക്കണണ്ട പൂച്ച, അതിനെ സൂക്ഷിച്ചോട്ടാ, സൂക്ഷിച്ചോ. അടുത്ത നമ്മൾ ട്രീ ടോപ്പ് ടെറസിലേക്ക് പോകാൻ വിചാരിക്കുകയാണ്. ഇത് കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇവിടെ പുലി ഉണ്ടെന്നൊക്കെയാണ് ഫോട്ടോ വെച്ചേക്കുന്നത് കേട്ടാ. പുലിയാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഇവിടെ പിന്നെ പക്ഷികൾ പറന്നു കൊണ്ടിരിക്കാൻ ഇതുപോലെ ചങ്ങല കർട്ടൻ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഗേറ്റ് പുള്ള് ചെയ്ത് ജുറാസിക് പാർക്കിലേക്ക് കയറുക. ഏകദേശം അങ്ങനെ നടന്നു വന്നപ്പോൾ വൈറ്റ് ലയൺ റൈറ്റിലേക്ക് നോക്കിയാൽ കാണാമെന്ന് പറയാം. നോക്കട്ടെ, ഇതാണ് വൈറ്റ് ലയൺ. ഗെറ്റ് ഔട്ട് ഹൗസ്. ഗൈസിന് ശരിക്കുള്ള ലയണിനെ കാണിച്ചു തരാം. അതിവിടെ ഉണ്ടോ, പക്ഷെ ഇത് വൈറ്റ് ലയൺ അല്ലല്ലോ. ഇതെങ്ങനെ വൈറ്റ് ലയൺ ആവും? ഇത് അവർ നിൽക്കുന്ന സ്ഥലത്ത് അതുണ്ട്, അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഗൈസ് തിരിഞ്ഞോക്കി. എൻ്റെ അമ്മോ, മജസ്റ്റിക് ലുക്ക് മോനെ. തിരിഞ്ഞോക്കി അല്ലേ, ലയൺ കിങ് ഒക്കെ ഓർമ്മ തന്നെ എനിക്ക്. ഓഫ്, എന്താ ലുക്കല്ലേ. അവര് പരസ്പരം എന്താ സംസാരിക്കരുതെന്ന് തോന്നണ, പെട്ടെന്നാണ് തിരിഞ്ഞത്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. എന്താ എൻ്റെ അമ്മേ, നമ്മളെല്ലാം നോക്കണതല്ലേ. എൻ്റെ അമ്മോ, ആ നോട്ടം നോക്കിയേ. എന്തിനാണ് ഹസ്ബൻഡിനെ നോക്കുന്നതെന്നാണ് ചോദിക്കുന്നത്, മനസ്സിലായോ? ഇല്ല ചേച്ചി, ഇല്ല. ഓക്കെ ഇവിടെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അതേ മന്നോക്കെ എൻ്റെ മോനെ സൂപ്പർ. അതിൻ്റെ കൈ ഉണ്ടോ? എന്തായിരുന്നു അതിൻ്റെ പേരെന്തായിരുന്നു? പൂച്ച വൈറ്റ് ഹാൻഡഡ് ഗിബൺ അല്ലേ, അതാണ്. അതേ ഉമ്മാരി മരമൊക്കെ പിടിച്ച് കുലുക്കി ഇളക്കുമല്ലോ അല്ലേ. കറക്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പാകത്തിന് ഇരുന്നതെന്ന്. അത് കൊള്ളാം, കണ്ട നോക്കുകയാണ് എന്താണെന്ന്. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് ഇതിലേക്ക് നടക്കാനായിട്ടല്ലേ. ശരിക്കും ഒരു പക്ക ഫോറസ്റ്റ് ഫീലാണ്. ആക്ച്വലി ഈ കേജിൽ ഒരു ബ്ലാക്ക് പാന്തർ കിടപ്പുണ്ട്. അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം, പക്ഷേ എനിക്ക് ഫോണിൽ ഞാൻ സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല. കാര്യം ഒന്നാമത് അത് ഭയങ്കര ബ്ലാക്ക് കളർ, അപ്പോൾ അത് ഇരുട്ടത്തും കൂടി ഇരിക്കുന്നത്, അതുകൊണ്ട് ഒട്ടും അതിൻ്റെ കണ്ണ് തുറന്നാൽ കണ്ണ് മാത്രം കാണാം. അടിപൊളി സംഭവം. ഇവിടെ നോക്കിയാൽ അയണിൻ്റെ മോളിൽ നിന്നുള്ളൊരു വ്യൂ കാണാമെന്ന് തോന്നുന്നു കേട്ടോ. അത് കിട്ടിയാൽ ഞാൻ കൃതാർത്ഥന. ഓ ഇല്ല, അമ്പോ എൻ്റെ സൈസ് നോക്കിയേ. പക്ഷെ അത് ഉറക്കമായി അവർ. എനിക്ക് വേണേ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ഉറങ്ങുവാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. ബൈ. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ ഏവിയറിയുടെ ഉള്ളിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷികളിങ്ങനെ ഇങ്ങനെയും പോകുന്നുണ്ട്. ഷൂട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് കിട്ടില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഓടിക്കളയും. പിന്നെ അതേ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ആരാ നോക്കിയേ. ശരിക്കും പക്ക നമ്മൾ കാട്ടിൽ കൂടി നടക്കുന്ന പോലെ അതേ ഫീൽ തന്നെ. ഗൈസ് അങ്ങനെ വൈൽഡ് ലൈഫ് പാർക്കിൽ നിന്ന് നമ്മൾ ആ കാണുന്ന വഴി പുറത്തിറങ്ങി. ഓക്കെ, അപ്പം എന്തായാലും നമ്മളിനി കൂടുതൽ നടന്ന് തളരണ്ടെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇനി വൈകുന്നേരം ഒരു ഷോപ്പിങ്ങിനും കൂടി പോകണം. അപ്പം നമ്മളിനി സൺവേ ലഗൂണിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങാം കേട്ടോ. ടാറ്റ. യെസ്, അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊരു സുവനിയർ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് എക്സിറ്റ് പോകാൻ പോകുന്നത്. അമ്മേ ഇതെന്താ കമ്പ്യൂട്ടർ ഉണ്ടായി കണ്ടില്ല. അപ്പോൾ സുവനിയർ ഷോപ്പ് ഇതാണ്. ഇവിടെ എന്തായാലും എക്സ്പെൻസീവ് ആയിരിക്കും, കാര്യം അകത്തെ ചിലവ് നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒന്നും പറയാനില്ല. അപ്പോൾ സുവനിയർസ് മേടിക്കാൻ നമ്മൾ ഇന്ന് വേറെ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടുകൊണ്ട് പുറത്തോട്ടിറങ്ങാം. ആദ്യം സൺവേയിലൊക്കെ കൊണ്ട് ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ടോയ്സ് പറയണ്ട, പിള്ളേർ എന്തോരം അത്തോട്ട് കയറി പോയിക്കണം. എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയാണ്ടിരിക്കില്ല. പിള്ളേർ പേരൻസ് പെട്ടത് തന്നെ. ഇവിടെ പൂജ കണ്ട പ്രശ്നമാവുന്ന ഒരു സെക്ഷനും ഉണ്ട്. പോവാ, നോക്കല്ലേ ചെരുപ്പ്. ഇത് പക്ഷെ വലിയ രസമില്ല കേട്ടാ. ഇത് വേണോ? കൂളിംഗ് ഗ്ലാസ് ആണോ? ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് എത്ര റിങ്കറ്റ് ആണ് നോക്കട്ടെ. 35 റിങ്കറ്റ് 40 റിങ്കറ്റ് റേഞ്ചിലൊക്കെ ആട്ടോ. ഒന്ന് വെച്ചാൽ ഒരെണ്ണം എടുത്ത് വെച്ചാൽ നോക്കട്ടെ. ശരി, പോവാ. അവിടെ പോയി പോവാ. ഇനി കേടുപാട് സംഭവിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ സൺവേ ലഗൂണിൻ്റെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മാക്സിമം ഇൻഫോർമേറ്റീവായിട്ട് സോഫാറുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ സൺവേ ലഗൂണും ജെൻറ്റിങ് ഹൈലാൻഡ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ആക്ച്വലി സൺവേ ഹോട്ടൽ റിസോർട്ടൊക്കെ ഉണ്ട്. അവിടെ താമസിച്ച് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ജെൻറ്റിങ് ഹൈലാൻഡ്സ് ആണ് ഇതിലും കുറച്ചുകൂടി വലുത് കേട്ടോ, കുറേ കൂടി സംഭവങ്ങളുള്ളത്. പക്ഷേ ഇവിടെയും ഒരുപാട് സോണുകളായിട്ട് തിരിച്ച് വൈൽഡ് ലൈഫും വാട്ടർ തീം പാർക്കും ലാൻഡ് റൈഡ്സും ഒക്കെ ആയിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്. മലേഷ്യ വന്നാൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ വീഡിയോയിൽ നിന്ന് ഞങ്ങൾ സൈൻ ഔട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ വ്ലോഗ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. until then you take care. ബൈ. ഇത് കണ്ടില്ലേ, ഒരുപാട് പോത്തുകളൊക്കെ. ഇത് പോത്ത് തന്നെയാണ്. എന്തത് പൈസണോ? എന്താണ് സാധനം? ഇച്ചിരിയൊക്കെ കോപ്പിറൈറ്റ് കിട്ടാൻ ദൈവത്തിന് അറിയാം. കഴിച്ച് ഇവിടെ താഴെ ഒരു ചേട്ടൻ മനോഹരനായ ഒരു മയിലിന് എന്തോ ഫുഡ് കൊടുക്കാണെന്ന് തോന്നണം കേട്ടോ. അത് ഇവിടുത്തെ ചേട്ടൻ തന്നെയാന്ന് തോന്നണം. അതെ, എന്തോ ഫുഡ് കൊടുക്കാണ്. പുള്ളിയാണ് കഴിക്കണം, മയിലിന് കൊടുക്കണല്ലേ. എന്താണത്? അടുത്ത എപ്പിസോഡിൽ